നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 625th day. Today 17th sloka of Pradhamaskandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 625 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധദാനാനിസ്വത്വാൻ ദുർമേധാൻ ഹൃസിതായുഷ. ഓം തത്സത്. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധദാനാനിസ്വത്വാൻ ദുർമേധാൻ ഹൃസിതായുഷ. ഓം തത്സത്. പറയുകയാണ്, അശ്രദ്ധദാനാൻ അല്ല ഭൗതികാനാം, അതായത് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ച ഭാവാനാം. ഭാവാനാം ചായൻ്റെ കൂട്ടത്തിലല്ല, ഭൗതികാനാം ഭൂതാനാം. ഭാവാനാം ഭൗതികൻ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന, ഭാവാനാം വസ്തുക്കളുടെ ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളുടെ തത്കൃതം ച തത്കൃതം, അതായത് ശക്തിഹ്രാസം ശക്തികളുടെ ചുരുക്കത്തെയും തത്കൃതം എന്ന് പറഞ്ഞാൽ കാലകൃതമായ തത്കൃതം. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം, അത് കാലത്തിനാൽ ഉണ്ടാകുന്ന വസ്തുക്കളിലും ഭൂതങ്ങളിലും ഉണ്ടാകുന്ന ശക്തിക്കുറവ്, ശക്തികളുടെ ചുരുക്കത്തെ അശ്രദ്ധദാനാൻ ശ്രദ്ധയില്ലാത്തവരും. ആ ഭൂതങ്ങളിൽ എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അശ്രദ്ധദാനാൻ ശ്രദ്ധയില്ലാത്തവർ. നിസ്സത്വാൻ എന്ന് പറഞ്ഞാൽ ബലമില്ലാത്തവർ. ദുർമേധാൻ ബുദ്ധി കുറഞ്ഞവർ. ഹൃസിതായുഷ എന്ന് പറഞ്ഞാൽ ആയുസ് ചുരുങ്ങിയവർ. ഈ ഭഗവാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വരുന്ന കാലത്തെയും വരാൻ പോകുന്ന കാലത്തെയും കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ അറിവുള്ള ആ മഹാമുനി സരസ്വതി നദീതീരത്തിരുന്നിട്ട് വരാൻ പോകുന്ന കാലത്തുണ്ടാകുന്ന ജനങ്ങളുടെ സ്ഥിതിയെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കാണിക്കുന്നത്. ഭൗതികാനാം, അതായത് ഭൂതങ്ങളിലും വസ്തുക്കളിലും ഉണ്ടാകുന്ന ശക്തി ചുരുക്കത്തെ പറയുകയാണ്. അവർ ശ്രദ്ധയില്ലാത്തവരും, നിസ്സത്വാൻ ബലമില്ലാത്തവരും, ദുർമേധാൻ ബുദ്ധി കുറഞ്ഞവരും, ശക്തി കുറഞ്ഞവരും, ഹൃസിതായുഷ ആയുസ് കുറഞ്ഞവരുമൊക്കെ ആയിരിക്കും. അദ്ദേഹം ആ സരസ്വതി നദീതീരത്തിരുന്നിട്ട് ഇപ്രകാരം വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത. എപ്പോഴും മുനിമാരും മഹർഷിമാരുമൊക്കെ മനുഷ്യ എല്ലാ കുലത്തിനും ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും എപ്രകാരം നന്മയുണ്ടാക്കാൻ എന്ന് ചിന്തിച്ചിട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്രകാരം ആ സരസ്വതി നദീതീരത്തിരുന്ന് വരാൻ പോകുന്ന കാലത്തുണ്ടാകുന്ന വസ്തുക്കളുടെയും ജനങ്ങളുടെയും എല്ലാം ഭൂതങ്ങൾക്കും എല്ലാം ഉണ്ടാകാൻ പോകുന്ന ശക്തിക്ഷയത്തെയും അറിവില്ലായ്മയെയും അവരുടെ ബുദ്ധിക്കുറവിനെയും ബലക്കുറവിനെയും ഒക്കെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധദാനാനിസ്സത്വാൻ ദുർമേധാൻ ഹൃസിതായുഷ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.